ഹലോ, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവരുടെയും ഒത്തിരി ആഗ്രഹമാണ് നല്ല കറുത്ത മുടി. അത് നരയില്ലാതെ കാണുന്നതാണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമല്ലേ. അത് കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരയ്ക്ക് വരുന്നുണ്ട് നര. അത് പല പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ നേച്ചുറലായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് വരുന്ന നരനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. അല്ലാതെ വരുന്ന നരകളൊക്കെ ഉണ്ടല്ലോ, ഈ ടെൻഷൻ മൂലമൊക്കെ വരുന്നതാണ് കൂടുതൽ പ്രശ്നം. അതിപ്പോൾ നമ്മുടെ ചെറിയ പിള്ളേർക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളെക്കാളും ടെൻഷൻ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നേച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ ആ നരേനെയൊക്കെ മാറ്റിയെടുക്കാം. ഇല്ലെങ്കിൽ നര ഇല്ലാത്തവർക്കും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പാക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ ഒത്തിരി നാച്ചുറൽ ഹെയർ പാക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു ഹെയർ പാക്ക് തന്നെയാണ്. അപ്പം നരയുള്ളവർക്ക് മാത്രമല്ല, നരയില്ലാത്തവർക്കും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സാധനം തന്നെയാണ്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കാപ്പിപ്പൊടി ഉണ്ടാവും. അത് ബ്രൂവിൻ്റെ കാപ്പിപ്പൊടി ആണെങ്കിൽ നമുക്ക് നല്ല നൈസായിട്ടുള്ള ആ ഒരു വെള്ളം തന്നെ കിട്ടില്ലേ. അതിലോട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിക്കാപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ മൈലാഞ്ചി പൊടി, നമ്മുടെ വീട്ടിൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അത് പൊടിച്ച പൊടിയാണെങ്കിൽ അത്രയും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ കാപ്പിപ്പൊടി തിളപ്പിക്കുമ്പോൾ അതിൽ കുറച്ച് മൈലാഞ്ചിയുടെ ഇലയിട്ട് തിളപ്പിച്ചിട്ട് അരിച്ചെടുത്താലും മതി. ഇല്ലെങ്കിൽ പൊടി ഉപയോഗിക്കാം. അപ്പോൾ മൈലാഞ്ചി പൊടി, നെല്ലിക്കാപ്പൊടി എടുക്കുക. പിന്നെ ഒരു മെയിനായിട്ടുള്ളൊരു പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാത്താ പൗഡർ. പലരും കേട്ടിട്ടുണ്ടാവും കാത്താ പൗഡർ. ചിലർ ആദ്യമായിട്ട് കേൾക്കണവരുണ്ടാവും. ഇനി അതെന്താണെന്നുള്ളതൊന്ന് പേടിക്കൊന്നും വേണ്ട. നമ്മുടെ കരിങ്കാലി ഉണ്ടല്ലോ, നമ്മൾ വെള്ളം തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന കരിങ്കാലി ഉണ്ടല്ലോ, ആ കരിങ്കാലി പൊടിച്ചതാണ് ഈ കാത്താ പൗഡർ. നമ്മൾ ഓൺലൈനായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ പല വീഡിയോസിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഈ കാത്താ പൗഡർ എന്നൊക്കെ. ഇതാണ് ഈ ഒരു സാധനം. നമ്മുടെ കരിങ്കാലി പൊടിച്ചതാണ് കാത്താ പൗഡർ. അപ്പോൾ നല്ല ആയുർവേദ ഒരു സാധനം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു ദോഷം വരുന്ന ഒരു കാര്യങ്ങളല്ല. നെല്ലിക്ക, ഇപ്പോൾ നെല്ലിക്ക, പച്ചനെല്ലിക്ക ഒത്തിരി കിട്ടാനുണ്ട്. അപ്പോൾ പച്ചനെല്ലിക്കയുടെ ജ്യൂസ് അതിലൊഴിച്ചാലും മതി. ഇല്ലെങ്കിൽ നെല്ലിക്ക പൗഡർ. അതിനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് നെല്ലിക്ക പൗഡറായിട്ട് മേടിച്ചിട്ട് ഇത് മൂന്നും കൂടിയിട്ട് ഒന്ന് തലേദിവസം മിക്സ് ചെയ്ത് വെക്കുക. അത് ഇപ്പോൾ ഇരുമ്പ് ചട്ടിയിൽ വേണമെന്നൊന്നുമില്ല. 2 ഇരുമ്പിൻ്റെ ആണിയിട്ട് വെച്ചാലും മതി. ഇതിപ്പോൾ നരയുള്ളവർക്ക് മാത്രമല്ല കേട്ടോ, നരയില്ലാത്തവർക്കും ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇരുമ്പ് ചട്ടിയിൽ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ ഒന്നിങ്ങനെ കലക്കി വെക്കുക. പിറ്റേ ദിവസം നമുക്ക് തലയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ചിലർക്ക് കുറച്ച് ഒരു വെള്ള കളറൊക്കെ ഉണ്ടാവുള്ളൂ, വെളുത്ത മുടികളൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്യുക. ഇതങ്ങനെ എടുത്ത് വെക്കേണ്ട ഒരു സാധനമൊന്നുമല്ല. നമ്മൾ തലയിൽ തേച്ച് വാഷ് ചെയ്ത് കളയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ 1 മണിക്കൂർ നേരമൊക്കെ 1.5 മണിക്കൂർ തലയിൽ ഇട്ടാലും പ്രശ്നമില്ലാത്തവർക്ക് ഇത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേച്ചുറലായിട്ട് നമ്മുടെ മുടീനെ ഇത് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റുന്നൊരു കാര്യമാണ്. മെയിനായിട്ട് വരേണ്ട ഒരു കാര്യം നമുക്ക് ഇത് ചെയ്യാനുള്ളൊരു ക്ഷമയാണ്. ഇതൊക്കെ ചെയ്ത് ചിലർ ഒരു പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്നിട്ട് അങ്ങനെ വിടും. പക്ഷേ നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ റിസൾട്ട് കിട്ടുള്ളൂ. അത് ഞാൻ മുൻകൂട്ടി പറയണു. അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമ്മളിത് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടാൻ, നെല്ലിക്കാപ്പൊടി എന്ന് പറഞ്ഞാൽ മുടിയുടെ വളർച്ച കൂട്ടാൻ നല്ലതാണ്. അതുപോലെ തന്നെയാണ് മൈലാഞ്ചിയുടെ പൊടി. ഈ കാത്താ പൗഡർ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഹെയറിന് ഏറ്റവും നല്ല ഒരു സാധനം തന്നെയാണ്. പിന്നെ നമ്മൾ അതിൽ ചേർക്കുന്നത് ഇപ്പോൾ കാപ്പിപ്പൊടി ഇഷ്ടമില്ലാത്തവർക്ക് ചായയില വെള്ളത്തിലായാലും മിക്സ് ചെയ്തിട്ട് തേക്കാം. ഇനി ബാക്കി വരുന്ന ചായയില നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ട് നമുക്ക് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് ഒന്നരാടം വിട്ട് നമ്മൾ തലയിൽ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം തലയിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു കറ നമ്മുടെ മുടിക്ക് പിടിച്ച് നമുക്ക് നരേനൊക്കെ ഒരു മാതിരി ഒഴിവാക്കി നിർത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇനി ഈ കാപ്പിപ്പൊടിയും ഈ നെല്ലിക്കാപ്പൊടിയൊക്കെ ഇട്ടുള്ള ഒരു പാക്ക് ഇട്ടതിന് ശേഷം പിറ്റേ ദിവസം ആ കാപ്പിപ്പൊടിയുടെ വെള്ളം ബാക്കിയുണ്ടെങ്കിൽ ഇച്ചിരി നീലാമ്പരി പൊടി എടുക്കുക, ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ട് തലയിൽ തേച്ച് കൊടുക്കുക. അധികമൊന്നുമല്ല, ഒരു പിഞ്ച് ഇങ്ങനെ ഒരു നുള്ളെടുത്ത് ഉപ്പും കൂടി മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എല്ലാ ആഴ്ചയിലും തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മുടീനൊക്കെ നല്ല രീതിക്ക് കറുപ്പാക്കി കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഇതെന്താ നിങ്ങൾ ചെയ്ത് കാണിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുടി രണ്ടെണ്ണം പോലും നരച്ചിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഈ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വേസ്റ്റായിട്ട് പോകും. പിന്നെ ഞാനിപ്പോൾ ഈ നേരത്ത് ഇപ്പോൾ നല്ലൊരു ഉച്ച നേരത്താണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഇപ്പം എന്തായാലും നമ്മൾ തലയിൽ കുളിക്കാനൊന്നും പോകണില്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് നമുക്ക് നല്ല നല്ല കട്ട കറുപ്പ് നമുക്ക് കാണാമല്ലോ. നല്ല കട്ട കറുപ്പിലും അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടൊക്കെയാണ് നമ്മുടെ മുടി കൊണ്ടു നടക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഒറിജിനൽ നമ്മുടെ മൈലാഞ്ചി ഉണ്ടെങ്കിൽ
അതൊരു ആഴ്ചയിലൊരിക്കൽ ഇതേപോലെ തന്നെ ഒരു മുട്ടയുടെ വെള്ളയൊക്കെ ചേർത്തിട്ട് ഒരു നല്ലൊരു കുഴമ്പ് രൂപത്തിൽ ഇത്തിരി കറ്റാർവാഴയും കൂടി കിട്ടുകയാണെങ്കിൽ അടിച്ച് നമ്മുടെ തലയിൽ തേക്കുകയാണെങ്കിൽ നല്ലൊരു പ്രോട്ടീൻ പാക്കാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മുടിയെ സംരക്ഷിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്ക് നമ്മുടെ തൃശ്ശൂരുള്ളവരാണെങ്കിൽ നമുക്ക് നല്ലൊരു ആയുർവേദ കട വന്നിട്ടുണ്ട്. നമ്മുടെ രാധാകൃഷ്ണ ഹോട്ടലിൻ്റെ അരിയത്തായിട്ട് ത്രിവേദ എന്നാണ് ആ ഒരു ആയുർവേദ കടയുടെ പേര് കേട്ടോ. ആയുർവേദ കടയുടെ പേര്. ഇത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി റിവ്യൂ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളൊന്ന് അങ്ങോട്ട് കയറിയത്. അങ്ങോട്ട് കയറി കണ്ടപ്പോഴാണ് അവർ നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ഈ കാത്ത പൗഡറിൻ്റെ കാര്യം തന്നെ പറഞ്ഞുതരാം. കാത്ത പൗഡർ എന്താണെന്നുള്ളത് എനിക്ക് ആദ്യം തന്നെ അറിയില്ലായിരുന്നു. നമ്മളിത് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതെന്താ എന്ത് സാധനമാണെന്നുള്ളത് നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണ്ടേ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇതുപോലെ കാത്ത പൗഡർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതെന്താ സാധനം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ അതൊന്നും തലയിൽ തേക്കാറൊന്നുമില്ല. അപ്പോൾ അത് നമ്മളൊരു ഹെയർ ഡൈക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ച് എനിക്കത് ചെയ്ത് കാണിക്കേണ്ട കാര്യം വന്നിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു തന്നു തന്നെയാണ് നമ്മുടെ കരിങ്ങാലി പൊടിച്ചതാണ് ഈ ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ മഞ്ചട്ടി പൗഡർ എന്നൊക്കെ ഇപ്പോൾ നമുക്ക് ചില ഡൈയിലൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അതെന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഞ്ചിഷ്ട ആ സാധനം പൊടിച്ചതാണ് ഈ മഞ്ചട്ടിപ്പൊടി. അല്ലാണ്ട് നമ്മുടെ ചട്ടി പൊടിച്ചതൊന്നുമല്ല. പക്ഷെ ഞാൻ ആ സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. മഞ്ചട്ടിപ്പൊടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് മുഖത്തിന് നല്ലതാണ്. നല്ലൊരു പാക്കാക്കിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന് നല്ലതാണ്. അപ്പോൾ രണ്ടിനും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ തൃശ്ശൂർ വന്നു കഴിഞ്ഞാൽ, തൃശ്ശൂരുള്ളവരാണെങ്കിൽ നല്ലൊരു എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. എല്ലാ ആയുർവേദ സാധനങ്ങളും ഉണ്ട്. ലിപ് ബാം അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഒക്കെ നല്ല ആയുർവേദത്തിനായതുകൊണ്ട് നമുക്ക് ദോഷം വരണ ഒരു കാര്യമില്ല. അതുപോലെ തന്നെ ഇത് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ തലമുടിക്ക് കൊടുക്കാവുന്ന നല്ലൊരു ഹെയർ മിക്സ് ഓയിലാണ് കേട്ടോ. ഇത് ഓയിൽ നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ നമ്മൾ കൊപ്രാട്ടി എണ്ണയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതുകൊണ്ട് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചുവപ്പ് കളറാവും. പിന്നെ ഇത് കോരി തലയിൽ ഒഴിക്കുന്നു വേണ്ട. കുറച്ചെടുത്തിട്ട് നമുക്ക് കയ്യിൽ ഇങ്ങനെ തേച്ചിട്ട് നല്ല രീതിക്ക് മസാജ് കൊടുക്കാൻ മാത്രമേ വേണ്ടൂ. എന്നിട്ട് നമ്മൾ നോർമൽ വെള്ളത്തിൽ കുളിക്കാം. ഇതിന് 100 രൂപയ്ക്കാണ് കേട്ടോ. ഇതിനൊക്കെ ഐറ്റംസിനൊക്കെ 50 രൂപയുള്ളൂ. ഒത്തിരി കാലം ഉപയോഗിക്കാൻ പറ്റും. ഇത് ഫുള്ളാണ് പാക്കറ്റ്. എയറൊന്നല്ല, ഫുള്ള് തന്നെയാണ് കേട്ടോ പാക്കറ്റ് മുഴുവൻ. അപ്പോൾ തൃശ്ശൂരൊക്കെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം എനിക്കാണെങ്കിൽ സാധാരണ എണ്ണയൊന്നും നമ്മുടെ തലയിലേക്ക് തേക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ആയുർവേദമൊക്കെയാണെങ്കിൽ നമ്മൾ തൊട്ട് പറ്റിയുള്ള ഇത് മാത്രമേ നമുക്ക് എൻ്റെ മുടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ടും നമുക്ക് മുടിയൊക്കെ വളരുന്നുണ്ട്. ഒത്തിരി വലുതാവണമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ചായലയുടെ സ്പ്രേ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുടി വല്ലാണ്ട് ഡ്രൈ ആകുമ്പോൾ മാത്രമാണ് എണ്ണ തൊട്ട് ഒരു മസാജ് കൊടുക്കുക. അത്രേ ഞാൻ ചെയ്യാറുള്ളൂ. അതിപ്പം 2-3 തുള്ളിയൊക്കെ ഉണ്ടാവുള്ളൂ. അത് മാത്രം മതി. നമ്മുടെ തേക്കുന്നത് നമ്മുടെ മുടിമേലേക്ക് പിടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ തുമ്പത്തൊന്ന് തൊട്ട് പറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു ഹെയർ പാക്കാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ മുടിക്ക് ഒരു ദോഷമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.